നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ റേറ്റിംഗ് BBB- നിലനിർത്തി ഫിച്ച് റേറ്റിംഗ്. ഇന്ത്യക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശേഷിയുണ്ടെന്ന് റിപ്പോർട്ട്. ബാങ്ക് വായ്പകൾ വിപുലീകരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. ലക്ഷ്യം ഗ്രീൻ എനർജി, EV, AI തുടങ്ങിയ മേഖലകൾക്ക് ധനസഹായം ഉറപ്പാക്കില്ലെന്നും സഞ്ജയ് മൽഹോത്ര. രാജ്യത്തെ ഗാർഹിക സമ്പാദ്യം അടുത്ത 10 വർഷത്തിനകം GDPയുടെ 13% ഉയരുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. കുടുംബങ്ങളുടെ സമ്പാദ്യശീലം മാറുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമെന്ന് റിപ്പോർട്ട്. റഷ്യൻ എണ്ണ വാങ്ങിയാൽ അധിക താരിഫ് എന്ന ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ. ഇന്ത്യയുടെ വാണിജ്യ നയം ഊർജ്ജ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും റഷ്യയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി വിനയ് കുമാർ. റിലയൻസിന്റെ വാർഷിക പൊതുയോഗത്തിൽ ജിയോ IPOയുടെ തീയതി പ്രഖ്യാപിക്കുമെന്ന സൂചന. ബിസിനസ് വിപുലീകരണ പദ്ധതി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച് വിപണി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 329 പോയിന്റ് ഉയർന്ന് 81,635-ലും നിഫ്റ്റി 97 പോയിന്റ് ഉയർന്ന് 24,967-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ഇൻഫോസിസ്, ഡാറ്റ കൺസൾട്ടൻസി സർവീസസ്, HCL, ടെക് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, സൺ ഫാർമ, മാരുതി, ടൈറ്റൻ എന്നിവ നേട്ടമുണ്ടാക്കി. അതേസമയം ഭാരത് ഇലക്ട്രോണിക്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഭാരതി എയർടെൽ, ICICI ബാങ്ക് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികകളിൽ മീഡിയ, PSU ബാങ്ക് എന്നിവ ഒഴികെയുള്ള മറ്റെല്ലാ മേഖലകളും ഇന്ന് നേട്ടത്തിലെത്തി. IT സൂചിക 2.37%, മെറ്റൽ സൂചിക 0.65%, ഫാർമ 0.44% നേട്ടമുണ്ടാക്കി. BCI മിഡ് ക്യാപ് സൂചികൾ 0.16% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക 0.18% താഴ്ന്നു. കടമെടുപ്പ് വിശ്വാസ്യത സംബന്ധിച്ച് ഇന്ത്യയ്ക്കുള്ള റേറ്റിംഗ് BBB- നിലനിർത്തി ഫിച്ച് റേറ്റിംഗ്. ഇന്ത്യക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശേഷിയുണ്ടെന്നും റിപ്പോർട്ട്. സ്ഥിരതയുള്ള ഇടത്തരം വളർച്ചാ സാധ്യതയുള്ളതാണ് BBB- റേറ്റിംഗ്. വരും വർഷങ്ങളിൽ ആഗോളതലത്തിൽ വലിയ വളർച്ച നേടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും ഫിച്ച് വിലയിരുത്തുന്നു. എന്നിട്ടും റേറ്റിംഗ് ഉയർത്താത്തതിന്റെ പ്രധാന കാരണം US താരിഫ് പോലുള്ള ആഗോള അപകട സാധ്യതകളാണ്. ഇവ മിതമായി മാത്രമേ രാജ്യത്തെ ബാധിക്കൂ. ഇതിന് കാരണമാവുന്നത് അനുകൂലമായ ആഭ്യന്തര ഘടകങ്ങളാണെന്നും ഫിച്ച് വ്യക്തമാക്കി. അതിനാലാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരതയുള്ള കാഴ്ചപ്പാട് നിലനിർത്തുന്നത്. ശക്തമായ സാമ്പത്തിക വളർച്ച, GDP വളർച്ചാ പ്രവചനങ്ങൾ എന്നിവയെല്ലാം സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുണ്ട്. എങ്കിലും ഉയർന്ന കമ്മി, കടം എന്നിവയുൾപ്പെട്ട പൊതുധനകാര്യം ദുർബലമാകുമോ എന്നത് ആഗോള വെല്ലുവിളികളെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇതാണ് റേറ്റിംഗ് ഉയർത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്നതെന്നും ഫിച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് വായ്പകൾ വിപുലീകരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. ലക്ഷ്യം ഗ്രീൻ എനർജി, EV, AI തുടങ്ങിയ മേഖലകൾക്ക് ധനസഹായം ഉറപ്പാക്കില്ലെന്നും സഞ്ജയ് മൽഹോത്ര. അതിവേഗത്തിൽ വളരാൻ സാധ്യതയുള്ള മേഖലയിലേക്കാണ് ബാങ്ക് വായ്പ വിപുലീകരിക്കുക. മേഖലകളിലെ നവീകരണം, സാമ്പത്തിക വളർച്ച എന്നിവയെ പിന്തുണയ്ക്കും. വായ്പ അനുവദിക്കുന്നതിനായി ബാങ്കുകൾക്ക് പ്രോത്സാഹന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി രാജ്യം പ്രവർത്തിക്കേണ്ടത് സമൃദ്ധ ഭാരതത്തിനു വേണ്ടിയാണ്. സ്വതന്ത്ര സമര സേനാനികളുടെ തലമുറകൾ നമുക്കൊരു സ്വതന്ത്ര ഭാരതം നൽകി. അവിടെ നിന്ന് സമ്പദ് സമൃദ്ധിയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോഴുള്ളത്. എന്നാൽ ഭൗമരാഷ്ട്രീയ അനിശ്ചിതങ്ങൾ മറികടക്കുമ്പോൾ രാജ്യം നിർണായക ഘട്ടത്തിലാണ്. വ്യാപാര സംഘർഷങ്ങൾ, അനിശ്ചിതത്വം എന്നിവ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നതെന്നും മൽഹോത്ര വ്യക്തമാക്കി. താരിഫ് നയങ്ങൾക്കിടയിലും 11 മാസത്തെ ചരക്ക് കയറ്റുമതി നിറവേറ്റാൻ പര്യാപ്തമായ $695 ബില്യൺ വിദേശ നാണ്യ കരുതൽ ശേഖരം രാജ്യത്തുണ്ട്. വിലസ്ഥിരത, സാമ്പത്തിക വളർച്ച എന്നിവ ലക്ഷ്യമിട്ട് RBI ധനനയം തുടർന്നും നടപ്പിലാക്കും. ഇന്ത്യൻ ജനത ഉയർന്നുവരുന്ന വെല്ലുവിളികളെ അതിജീവിക്കണം, ഒപ്പം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും മൽഹോത്ര ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഗാർഹിക സമ്പാദ്യം അടുത്ത 10 വർഷത്തിനകം GDPയുടെ 13% ഉയരുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. കുടുംബങ്ങളുടെ സമ്പാദ്യശീലം മാറുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമെന്നും റിപ്പോർട്ട്. 2035 ആകുമ്പോഴേക്കും വിവിധ സാമ്പത്തിക ആസ്തികളിലേക്ക് ഏകദേശം $9.5 ട്രില്യൺ ഒഴുക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കുടുംബങ്ങളുടെ സമ്പാദ്യശീലങ്ങളിൽ ഇക്കാലത്ത് മാറ്റമുണ്ടാകും. സ്വർണം, റിയൽ എസ്റ്റേറ്റ് പോലുള്ള പരമ്പരാഗത ഭൗതികാസ്തികളിൽ നിന്ന് നിക്ഷേപകർ പിന്മാറും.
പകരം മ്യൂച്വൽ ഫണ്ട്, ഓഹരികളടക്കമുള്ള വരുമാനമുണ്ടാക്കുന്ന ആസ്തികളിൽ നിക്ഷേപമെത്തും. ഇൻഷുറൻസ്, പെൻഷൻ ഫണ്ട് പോലുള്ള ദീർഘകാല ഉൽപ്പന്നങ്ങളിലേക്ക് 4 ട്രില്യൺ US$ലധികം ഒഴുക്കാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗോൾഡ്മാൻ സാക്സ് വ്യക്തമാക്കി. അതേസമയം ബാങ്ക് നിക്ഷേപങ്ങളിലേക്ക് 3.5 ട്രില്യൺ US$, ഇക്വിറ്റികളിലേക്കും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും 0.8 ട്രില്യൺ US$, എത്തും. ഇത് കോർപ്പറേറ്റ് മൂലധന ചെലവുകൾക്ക് സ്ഥിരമായി ഫണ്ടിംഗ് ഉറപ്പാക്കും. സ്വാഭാവികമായും ബിസിനസ് സെക്ടർ വലിയ വളർച്ച കൈവരിക്കും. കറന്റ് അക്കൗണ്ട് കമ്മി പോലുള്ളവയെ ബാധിക്കാതെ സാമ്പത്തിക വ്യവസ്ഥ വികസിക്കുന്നതിന് ഇത് കാരണമാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റഷ്യൻ എണ്ണ വാങ്ങിയാൽ അധിക താരിഫെന്ന് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ. രാജ്യത്തിന്റെ വാണിജ്യ നയം ഊർജ്ജ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും റഷ്യയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി വിനയ് കുമാർ പറഞ്ഞു. കുറഞ്ഞ വിലയിൽ കൂടുതൽ എണ്ണ ഇന്ത്യയിലെത്തിക്കുകയാണ് രാജ്യത്തിന്റെ വാണിജ്യ നയം. ഇത്തരത്തിൽ ഏത് രാജ്യത്തു നിന്നാണോ അസംസ്കൃത എണ്ണ ലഭിക്കുന്നത് അവിടെ നിന്ന് എണ്ണ വാങ്ങും. കുറഞ്ഞ നിരക്കിൽ അസംസ്കൃത എണ്ണ നൽകുന്ന കാലത്തോളം ആ രാജ്യവുമായി ഇടപാട് തുടരും. റഷ്യയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് വിനയ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയുമായി അമേരിക്കയും വാണിജ്യ ഇടപാടുകൾ നടത്തുന്നുണ്ട്. മറ്റു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. റഷ്യൻ ഇടപാടിന്റെ പേരിൽ ഇന്ത്യക്ക് മാത്രം പിഴയടിക്കുന്ന നീതീകരിക്കാനാവാത്ത നടപടിയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇടപാടുകൾ പരസ്പര ധാരണയുടെയും വാണിജ്യ താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഇന്ത്യയുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കാനാവശ്യമായ നടപടികളാണ് ഇന്ത്യ തുടരുകയെന്നും വിനയ് കുമാർ വ്യക്തമാക്കി. അമേരിക്കൻ സർക്കാർ ഇന്ത്യക്ക് ചുമത്തിയ അധിക നികുതി അന്യായവും യുക്തിക്ക് നിരക്കാത്തതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വെള്ളിയാഴ്ച നടക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗത്തിൽ ജിയോ IPOയുടെ തീയതി പ്രഖ്യാപിക്കുമെന്ന് സൂചന. AI സംരംഭങ്ങളും മീഡിയ കൺസ്യൂമർ ബിസിനസ് വിപുലീകരണ പദ്ധതി പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിച്ച് വിപണി. ഇന്ത്യൻ വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ IPO ആയിരിക്കും ജിയോ ഇൻഫോകോമിന്റേത്. $6 ബില്യൺ കമ്പനി സമാഹരിക്കുക എന്നാണ് പ്രാഥമിക വിവരം. ഓഹരി വിൽപ്പനയിലൂടെയായിരിക്കും മൂലധന സമാഹരണം നടത്തുക. IPO തീയതി അടക്കമുള്ള വാർഷിക പൊതുയോഗത്തിൽ മുകേഷ് അംബാനി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ബ്രോക്കറേജ് സ്ഥാപനമായ CLSAയും പങ്കുവച്ചു. ഇത്തവണത്തെ യോഗം കാത്തുവയ്ക്കുന്ന സർപ്രൈസ് എന്ന വിശേഷണത്തോടെയാണ് ബ്രോക്കറേജ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഊർജ്ജ മേഖലയിലെ വികസനം, AI പദ്ധതികളുടെ പ്രഖ്യാപനവുമായിരിക്കും മറ്റ് ശ്രദ്ധാകേന്ദ്രങ്ങൾ. ക്വിക്ക് കൊമേഴ്സ്, ഫാസ്റ്റ് ഫാഷൻ സംരംഭങ്ങൾ എന്നിവയിലുള്ള പദ്ധതികളും പ്രഖ്യാപനത്തിൽ ഇടം പിടിക്കും. ദീർഘകാല വളർച്ചാ പദ്ധതികളായിരിക്കും ഇത്തവണ അംബാനിയുടെ പ്രസംഗത്തിലെ ശ്രദ്ധാകേന്ദ്രമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 47ാമത് വാർഷിക പൊതുയോഗമാണ് നടക്കാനിരിക്കുന്നത്. അതേസമയം ടെലികോം വിപണി ജിയോയ്ക്ക് അനുകൂലമാണെന്ന് BNP പരിബാസ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. എബിഡയിലെ വർധന, മൂലധനത്തിൽ മിതത്വവുമാണ് ടെലികോം വ്യവസായത്തിൽ കാണുന്നത്. അതിനാൽ തന്നെ അടുത്ത 2 പാദങ്ങളിൽ ടെലികോം കമ്പനികൾ നിരക്കുയർത്തുന്നതിലേക്ക് കടക്കും. കൂടാതെ സെബി IPO നടപടിയിൽ കൊണ്ടുവന്ന ഇളവുകളും റിലയൻസിന്റെ IPO പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്നതാണെന്നും വിദഗ്ധർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരള വാർത്തകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വീണ്ടും ചരിത്ര നേട്ടം. 409 ദിവസങ്ങൾക്കുള്ളിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് വിഴിഞ്ഞം വീണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചുയർന്നത്. 456 കപ്പലുകളിൽ നിന്നാണ് 10 ലക്ഷം കണ്ടെയ്നർ എന്ന വലിയ ലക്ഷ്യം വിഴിഞ്ഞം തുറമുഖം കരസ്ഥമാക്കിയത്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 8 മാസങ്ങൾക്കുള്ളിൽ തന്നെ ചരക്ക് നീക്കത്തിലൂടെ തുറമുഖത്തിന്റെ വരുമാനം 450 കോടി പിന്നിട്ടിരുന്നു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷത്തിൽ തന്നെ 1 ദശലക്ഷം TEU കൈകാര്യം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു ചരിത്ര നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. 2024 ഡിസംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ആരംഭിച്ചതിനു ശേഷം 456 കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ദർശനത്തിന്റെയും പ്രതിബദ്ധതയുടെയും തെളിവായി ഈ പദ്ധതി സംസ്ഥാനത്തെ ആഗോള സമുദ്രഭൂപടത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദശമി ഫിനാൻസ് ചലച്ചിത്ര താരം ഭാവനയെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചു. കമ്പനിയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഭാവന നിർവഹിച്ചു. സാമ്പത്തിക രംഗത്ത് 33 വർഷത്തെ പാരമ്പര്യമുള്ള നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനമാണ് ദശമി ഫിനാൻസ്. കമ്പനിയുടെ ചെയർമാൻ ശ്യാംകുമാറിന്റെയും മാനേജിംഗ് ഡയറക്ടർ അനിത ഫ്രാൻസിസിന്റെയും നേതൃത്വത്തിൽ കമ്പനി വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കമ്പനിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിനകത്തും പുറത്തുമായി 200-ലധികം ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്ന് ദശമി ഫിനാൻസ് ചെയർമാൻ ശ്യാംകുമാർ പറഞ്ഞു. നിലവിൽ ഞങ്ങൾ തൃശ്ശൂർ മാത്രം 2 ബ്രാഞ്ചുകളാണുള്ളത്. ആ 2 ബ്രാഞ്ചിൻ്റെതായിട്ടുള്ള ബിസിനസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി വരുന്ന 5 വർഷം നമ്മൾ കേരളത്തിലൊരു 100 ബ്രാഞ്ചും കേരളത്തിന് വെളിയിലേക്കുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം ഒരു 100 ബ്രാഞ്ചും. ഒരു 5 വർഷം കൊണ്ടിട്ട് ഒരു 200 ബ്രാഞ്ചുകൾ
ഈ സൗത്ത് ഇന്ത്യയിൽ തുറക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കമ്പനി 2000-ലധികം പുതിയ തൊഴിലവസരം നൽകുമെന്നും ഇതിൽ സ്ത്രീകൾക്കായിരിക്കും പ്രാധാന്യമെന്നും ചെയർമാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ 5 വർഷങ്ങൾ കൊണ്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 2000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. പുതിയ സാധ്യതകൾ ഏറ്റെടുത്ത് വിശ്വസ്തവും സമയബന്ധിതവുമായ തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ ആളിലേക്ക് എത്തിച്ച് കമ്പനിയെ കൂടുതൽ വളർച്ചയ്ക്ക് നയിക്കുന്നതിനോടൊപ്പം ആധുനിക കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങളോടെയാണ് ദശമി ഫിനാൻസിന്റെ 2ാം വരവെന്നും ഇരുവരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. റെക്കോർഡിലേക്കുള്ള സ്വർണ്ണക്കുതിപ്പിന് ബ്രേക്ക്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 9305 രൂപയും പവന് വില 74,440 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 7640 രൂപയായി. വെള്ളിവില ഇന്ന് കുതിച്ചു കയറി ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 124 രൂപയ്ക്കാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.